ഒരാൾക്ക് ഒരു രൂപം ഇഷ്ടമാണ്, മറ്റൊരാൾക്ക് മറ്റൊരു രൂപം ഇഷ്ടമാണ്. ഒരമ്മയ്ക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കും 5 രുചിയായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് 5 മക്കൾക്കും 5 തരത്തിലുള്ള കറികൾ ഉണ്ടാക്കി കൊടുക്കാം, പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടമുള്ള രുചിക്കനുസരിച്ച് ആ മകന് വിശപ്പ് തീരണമെന്ന് മാത്രമേ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അമ്മ പറയുന്നത് എല്ലാവരും കഞ്ഞി കുടിച്ചാൽ മതിയെന്ന് അമ്മ പറയുകയാണെങ്കിൽ അതൊരു സ്നേഹശൂന്യമായ ഒരു തീരുമാനമാണ് അമ്മയുടെ. പക്ഷേ മക്കളോട് സ്നേഹമുള്ള ഒരു അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമുള്ള അവൻ ആഗ്രഹിക്കുന്ന രുചികളിലൂടെ വൈവിധ്യമേറിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവൻ്റെ വിശപ്പിനെ ഇല്ലാതാക്കുന്നത് പോലെയാണ് നമ്മുടെ ഈശ്വരാന്വേഷണം എന്ന ദാഹത്തെ, വിശപ്പിനെ ഇല്ലാതാക്കാൻ നമ്മുടെ ഋഷി അമ്മയെപ്പോലെ ആർദ്രമായ ഹൃദയത്തോടെ, കരുണയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നമുക്കിഷ്ടമുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നു. നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തെ നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സുബ്രഹ്മണ്യനും ശിവനും ഗണപതിയും ദേവി എന്ന് വേണ്ട 33 കോടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന ആ ദേവതാ സ്വരൂപങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടായി വന്നത്. ഈ സങ്കല്പങ്ങൾക്ക് ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ അത് സ്വാതന്ത്ര്യമാണ് നമ്മുടെ. ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ഈ ബഹുവിധമായ രൂപങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത്? മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി മാത്രം. ഇത് നമ്മുടെ ഉപനിഷത്തുകളും നമ്മുടെ ഗ്രന്ഥങ്ങളിലും പുരാണ ഇതിഹാസങ്ങളിലെല്ലാം പറയുന്നുണ്ട്, ഈ ദേവതകൾ സത്യമല്ലെന്നും ഇത് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വെറും ഉപായങ്ങൾ മാത്രമാണ് എന്നും. അപ്പം പിന്നെ ചോദിക്കും, അപ്പോൾ ഇത് എല്ലാം ക്ഷേത്രത്തിൽ വെച്ച് പൂജിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും. അതെ, അതിനാണ് ഉപാസന എന്ന് പറയുന്നത്. നമ്മൾ പൂജ ചെയ്തും ഭജന പാടിയും നിവേദ്യങ്ങൾ കൊടുത്തുമൊക്കെ ആ മൂർത്തിയെ പ്രസാദിപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ സന്തോഷിക്കുകയും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൂടി ഭാഗാക്കാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു സംവിധാനമാണ്. ശരിക്കും പറഞ്ഞാൽ തന്ത്രം പോലും അങ്ങനെയാണ്. താന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെ കൂടെ അതിനകത്ത് ഭാഗാക്കുകയാണ്. മന്ത്രജപം, മനനം, മുദ്രകൾ, ക്രിയകൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇഷ്ടരൂപങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി, ആ ഏകാഗ്രമാക്കുന്ന മനസ്സിനെ ആ രൂപത്തെ ത്യജിച്ചുകൊണ്ട് ആ മനസ്സ്, ആ ഏകാഗ്രതയെ ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാനായിട്ടാണ് നമ്മളെ പാകപ്പെടുത്തുന്നത്. അവിടെ നമുക്ക് ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ ഈ സനാതനധർമ്മത്തിൽ ഒരു അനിവാര്യമായ ഘടകമാണ്. ഗുരുക്കന്മാർ അത് എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഗുരുക്കന്മാരുടെ വാക്കുകളാണല്ലോ, അവരുടെ ഉപദേശങ്ങളാണല്ലോ ഗ്രന്ഥരൂപേണ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ ഗുരു തന്നെയാണ്. കാരണം ഗുരുവിൻ്റെ ഉപദേശം ഏതോ അതാണ് ഗ്രന്ഥം. അപ്പം ഗുരു തന്നെ ഉപദേശം, ആ ഉപദേശം തന്നെയാണ് ഗ്രന്ഥം. അപ്പം ഉപദേശവും ആ ഗ്രന്ഥവും ആ പുസ്തകവും ഗുരുവും രണ്ടല്ല. ഗുരു എന്താണോ അതാണ് ഗുരുവിൻ്റെ ഉപദേശം. ഗുരുവിൻ്റെ ഉപദേശം എന്താണോ അതാണ് ഗുരു പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണല്ലോ ഉപദേശം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വഴികാട്ടിയായിരിക്കണം. അപ്പോൾ അത് പുസ്തക രൂപത്തിൽ ലഭിക്കുമ്പോഴും അതിനെയും നമുക്ക് ഗുരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുക്കന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളിലൂടെ അവർ പറഞ്ഞു തന്ന ഏകാഗ്രപ്പെടുത്താനുള്ള ധ്യാനത്തിന് വേണ്ടി, ഉപാസനയ്ക്ക് വേണ്ടി എടുക്കുന്ന മാർഗങ്ങളാകുന്ന ധ്യാന രൂപങ്ങളിലൂടെ നമുക്ക് അകത്തേക്ക് അനായാസമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു സൗകര്യം സനാതനധർമ്മം അനുവദിച്ചു തരുന്നുണ്ട്, ഹിന്ദുമതം അനുവദിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് എളുപ്പത്തിൽ അകത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു വസ്തുതയാണ്.